ശാസ്ത്രീയമായി സിട്രസ് മാക്സിമ അല്ലെങ്കിൽ സിട്രസ് ഗ്രാൻഡിസ് എന്നറിയപ്പെടുകയും ഇംഗ്ലീഷിൽ പൊമേലോ എന്ന് വിളിക്കുന്ന ഈ ചെടി ഹിന്ദിയിൽ ചകോത്ര, സംസ്കൃതത്തിൽ കരുണ, ബംഗാളിയിൽ ബട്ടവിലേബു, തെലുങ്കിൽ പമ്പരപനാസ, തമിഴിൽ ബാബിലി മാസ് എന്നിങ്ങനെ നിരവധി പ്രാദേശിക ഭാഷയിൽ അറിയപ്പെടുന്നു. ഇതിന്റെ മലയാളത്തിൽ അറിയപ്പെടുന്ന പേരുകൾ മുൻ എപ്പിസോഡിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ പൊമേലയുടെ പാരമ്പര്യ ഭക്ഷ്യ വൈദ്യ ഉപയോഗങ്ങളും അതിന്റെ പാർശ്വഫലങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ടേസി കുടുംബത്തിൽപ്പെടുന്ന സിട്രസ് ഇനങ്ങളിലെ ഏറ്റവും വലിയ പഴമാണിത്. പൊമേലോ വൃക്ഷം ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തഴച്ചു വളരുന്ന ഒരു സസ്യമാണ്. മലേഷ്യ, തായ്ലൻഡ്, ചൈന, ഇന്ത്യ, ശ്രീലങ്ക എന്നീ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് ഇതിന്റെ ജന്മദേശം. കൂടാതെ ഫിജി, ഹവായ് ദ്വീപുകളിലെ വനപ്രദേശങ്ങളിലും ഇത് കാണുന്നു. എന്നാൽ വളരെ വിപണി മൂല്യമുള്ള ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലോ ലോക വിപണിയിലോ സാധാരണമല്ല. ധാരാളം ഭക്ഷ്യപോഷക ഔഷധ മൂല്യമുള്ള ഒരു പഴമാണ് പൊമേലോ. 2022 കണക്കനുസരിച്ച് ടോപ്പ് പ്രൊഡ്യൂസർ ചൈനയായിരുന്നു. എന്നാൽ 2023 ഇത് കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിന്നത് നെതർലാൻഡാണ്. അതിൽ 2ാം സ്ഥാനം സൗത്ത് ആഫ്രിക്കയും. 3 തുടങ്ങി ഇസ്രായേൽ, തുർക്കി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, പോർട്ടുഗൽ, ബൾഗേറിയ, മലേഷ്യ, അവസാനം 10ാം സ്ഥാനം മെക്സിക്കോയും ആയിരുന്നു. അവസാനം ലഭിക്കുന്ന ഡാറ്റ പ്രകാരം ലോകമെമ്പാടുമുള്ള ഇതിന്റെ ഉൽപ്പാദനം 9.3 ദശലക്ഷം മെട്രിക് ടൺ ആണെന്നും അതിൽ ഏകദേശം 5 ദശലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കുന്ന മുൻനിര ഉൽപ്പാദകർ USA ആണെന്നും പറയുന്നു. ഇത്രയും രാജ്യങ്ങൾ എടുത്തു പറയാൻ കാരണം ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരെ വലിയ ഉൽപ്പാദനക്ഷമതയുള്ള ഈ ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ ഉൽപ്പാദനത്തിലോ വിപണനത്തിലോ നമുക്ക് യാതൊരു സ്ഥാനവും കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ല എന്നത് വ്യക്തമാക്കാനാണ്. ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ഞങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കുകയാണ്. എണ്ണമറ്റ അസുഖങ്ങൾ ചികിത്സിക്കാൻ പുരാതന ഇന്ത്യൻ ഔഷധ സമ്പ്രദായമായ ആയുർവേദത്തിൽ ഇതിന്റെ ഇലകളുടെയും പൂക്കളുടെയും സത്ത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇതിന്റെ പഴം തന്നെയാണ്. സ്വാദിൽ മുന്തിരിപ്പഴത്തെ അനുസ്മരിപ്പിക്കുന്നതാണെങ്കിലും വലിപ്പമുള്ള ഈ പഴത്തിന് മഞ്ഞയോ ഓറഞ്ചിന്റെയോ നിറമുള്ള കട്ടിയുള്ള പുറംതൊലിയാണ്. ഇതിന്റെ മാംസളമായ ഉൾഭാഗം മുന്തിരിയേക്കാൾ മധുരമുള്ളതും എന്നാൽ കൈപ്പേറിയതോ അസർബിക് അല്ലാത്തതുമാണ്. ഭക്ഷണത്തിലെ നാരുകൾ, വൈറ്റമിൻ സി, ഇരുമ്പ്, പൊട്ടാസ്യം തുടങ്ങിയ നിർണായക ധാതുക്കൾ എന്നിവയുൾപ്പെടെ പ്രധാന പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ കലോറിയും വളരെ കുറവാണ്. ആവശ്യമായ ഭക്ഷണ നാരുകളും പ്രോട്ടീനുകളും ഇത് നൽകുന്നു. കൂടാതെ മെറ്റാബോളിസവും സെല്ലുലാർ എനർജി ആവശ്യകതകളും നിയന്ത്രിക്കുന്നതിന് പൊമേലോസ് വൈറ്റമിൻ ബി പ്രധാന സ്പെക്ട്രം തന്നെയാണ്. പ്രമേഹം, ഹൃദ്രോഗം, അർബുദം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവരുടെ ഭക്ഷണത്തിൽ ഇത് സ്ഥിരമായി ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിനായി ഇന്ന് ആഗോളതലത്തിൽ ആളുകൾ ഇത് വ്യാപകമായി കഴിക്കുന്നു. പൊമേലോയുടെ ശ്രദ്ധേയവും അതിശയകരവുമായ ആരോഗ്യ ഗുണങ്ങൾ കാരണം പലരുടെയും പതിവ് യാത്രയിലുടനീളം ഇതൊരു അവിഭാജ്യ ഘടകമാക്കി മാറ്റിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഇതൊരു മധുരപലഹാരമായി കഴിക്കുന്നു. ചിലപ്പോൾ അവർ ഇതിൽ പഞ്ചസാരയും ചേർക്കാറുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും ഈ ചെടി തദ്ദേശീയമായതിനാൽ അവർ ഇത് സാധാരണ മധുരപലഹാരമായി ഉപയോഗിക്കുന്നു. ഇതിൽ ഉപ്പ് വിതറിയോ ഉപ്പിൽ മുക്കിയോ ആണ് അവർ ഇത് കഴിക്കുന്നത്. ഫിലിപ്പീൻസിൽ പൊമേലോ, പൈനാപ്പിൾ ജ്യൂസ് എന്നിവയിൽ നിന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു പാനീയം നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. കിഴക്കൻ ഏഷ്യയിൽ, പ്രത്യേകിച്ച് കന്റോണീസ് പാചക രീതിയിൽ നാരുകൾ കൂടുതലുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ബ്രേസ്ഡ് പൊമേലോ ഉപയോഗിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും തൊലി കളഞ്ഞ് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലഘുഭക്ഷണം കൂടിയാണിത്. തായ് യം സോമോ പോലുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ സലാഡുകളിൽ പൊമേലോ ഒരു സാധാരണ ചേരുവയാണ്. അവർ ചെമ്മീൻ, നിലക്കടല, മസാല എന്നിവയൊക്കെ ചേർത്താണ് അത് നിർമ്മിക്കുന്നത്. ഫ്രൂട്ട് ടാർട്ടുകൾ, സോർബറ്റുകൾ തുടങ്ങിയ മധുര പലഹാരങ്ങളിൽ ഈ പഴം ഉപയോഗിക്കാം. അല്ലെങ്കിൽ തേൻ ചേർത്തും കഴിക്കാം. പൊമേലോ ജ്യൂസ് ആൽക്കഹോൾ ഉള്ളതും അല്ലാത്തതുമായ പാനീയങ്ങളിൽ ഉപയോഗിക്കാം. ആ പാനീയത്തിന് ഇത് ഉന്മേഷദായകമായ സിട്രസ് ഫ്ലേവർ നൽകുന്നു. പൊമേലോയുടെ പുറന്തൊലി മിഠായികളിലോ രുചികരമായ വിഭവങ്ങളിലോ ഉപയോഗിക്കാം. മറ്റു സിട്രസ് പഴങ്ങൾക്ക് സമാനമായി മാർമലേഡ് ഉണ്ടാക്കാൻ ഇത് നല്ലതാണ്. പല പാചക ഉപയോഗങ്ങളിലും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വൈവിധ്യമാർന്ന പഴമാണ് പൊമേലോ. ഇത് വിവിധ വിഭവങ്ങൾക്ക് മധുരവും രുചിയും നൽകുന്നു. പൊമേലോയുടെ തൊലിയുടെ സത്ത് കാർഷിക വ്യവസായത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ചെടികൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ തടയാൻ ഇത് ഉപയോഗിക്കാം. അതുപോലെ ഫ്രഷ് ആയതോ പായ്ക്ക് ചെയ്തതോ ആയ ഭക്ഷണത്തെ മലിനമാക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവിയായ സ്റ്റാഫൈലോകോക്കസ് ഓറിയസിനെ നിയന്ത്രിക്കാനും ഇത് ഫലപ്രദമാണ്. കൂടാതെ ദുർഗന്ധം അകറ്റുന്ന ഗുണങ്ങളിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. സിട്രസിന്റെ സുഗന്ധമുള്ള അസ്ഥിര എണ്ണകൾ പൊമേലോയിൽ അടങ്ങിയിരിക്കുന്നു.
ഇതിലടങ്ങിയിരിക്കുന്ന മൈക്രോ ന്യൂട്രിയന്റുകൾ കാർബോഹൈഡ്രേറ്റ്, ഡയറ്റി ഫൈബർ, കൊഴുപ്പ്, പ്രോട്ടീൻ, സൂക്ഷ്മ പോഷകങ്ങൾ, തയാമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ധാതുക്കൾ, ഇരുമ്പ്, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് എന്നിവയാണ്. മുതിർന്നവരുടെ ദൈനംദിന ആവശ്യത്തിന് മതിയായ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് പോമേലോ. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തി അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ പോരാടാൻ ശരീരത്തെ സഹായിക്കുന്നു. അതോടൊപ്പം ഈ വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റായും പ്രവർത്തിക്കുന്നു. അങ്ങനെ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന ഫൈബറായ പൊമേലോ ഡയറ്ററി ഫൈബറിന്റെ നല്ല ഒരു ഉറവിടമാണ്. ഇത് പതിവായി മലവിസർജനം പ്രോത്സാഹിപ്പിച്ച് മലബന്ധത്തെ തടഞ്ഞ് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കുടലിന് ഗുണകരമായ ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഈ ഫൈബർ സഹായിക്കുന്നു. പൊമേലോ പൊട്ടാസ്യം സോഡിയത്തിന്റെ നെഗറ്റീവ് ഇഫക്റ്റുകൾ സന്തുലിതമാക്കി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. അങ്ങനെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. പൊമേലോയിൽ കലോറി കുറവായതിനാൽ ഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു ഓപ്ഷനാണ്. അതുകൂടാതെ ഇതിലെ ഉയർന്ന ഫൈബർ പൂർണ്ണതയെ പ്രോത്സാഹിപ്പിച്ച് മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നു. വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് ചർമ്മത്തിന്റെ ഇലാസ്റ്റികത നിലനിർത്താനും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. പൊമേലോയിലെ ആന്റി ഓക്സിഡന്റുകൾ അൾട്രാവയലറ്റ് രശ്മികളും മലിനീകരണവും മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകളുണ്ട്. ഇത് സന്ധിവാതം പോലുള്ള അവസ്ഥകളിൽ വീക്കവും അനുബന്ധ ലക്ഷണങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും ലിമോണോയിഡുകളും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടഞ്ഞ് ചിലതരം ക്യാൻസറുകളിൽ അപ്പോപ്റ്റോസിസ് ഉണ്ടാക്കി ക്യാൻസറുകളെ പ്രതിരോധിക്കുന്നു. ഉയർന്ന ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ ഇതിന്റെ ഉപയോഗം ശരീരത്തിലെ ജലാംശം നിലനിർത്താനും മൊത്തത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും. ഇതിന് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം ഉയരില്ല. പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ അനുയോജ്യമായ ഭക്ഷണമാണ്. കൊളാജൻസും എലാസ്റ്റേറ്റ് എൻസൈമുകളും കൊളാജന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുന്നു. ഇതാണ് ചർമ്മത്തിന്റെ പ്രായമകലിന് കാരണം. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ റാഡിക്കലുകൾ കൊളാജനസ്, എലാസ്റ്റേറ്റ് എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ഈ എൻസൈമുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് ചർമ്മത്തിന്റെ വാർദ്ധക്യത്തെ സാവധാനത്തിലാക്കും. ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ചർമ്മത്തിന്റെ വാർദ്ധക്യം നിയന്ത്രിക്കാൻ പൊമേലോയുടെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ സഹായിക്കും. ലിനലോൾ, നിയോൾ, ജേണോൾ, ന്യൂട്ടറ്റോൺ, ഇൻഫോൺ, കോർഡിനൻസ് തുടങ്ങിയ ടെർപ്പനോയിഡുകളാണ് ഇതിന് സുഗന്ധം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കീടനാശിനികൾ, സുഗന്ധവ്യഞ്ജന വ്യവസായങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രധാന ആരോമാറ്റിക് സംയുക്തമാണ്. ഒപ്റ്റിമൽ പേശികൾക്കുള്ള പ്രധാന ധാതു പൊമേലോ നൽകുന്നു. ഈ പഴത്തിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം പേശീവ്രണങ്ങളിൽ നിന്നും മലബന്ധത്തിൽ നിന്നും ആശ്വാസം നൽകുന്നതിനുള്ള മികച്ച ഓപ്ഷനാണ്. ഉയർന്ന ശാരീരികാധ്വാനമുള്ള വ്യായാമത്തിന് ശേഷം കൈകളിലെയും കാലുകളിലെയും പേശികൾ ആയാസപ്പെടാൻ പൊമേലോ പഴം കഴിക്കുന്നത് വേദനയുടെയും അസ്വസ്ഥതയുടെയും ലക്ഷണങ്ങൾ ലഘൂകരിക്കും. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം ശരീരത്തിലെ എല്ലുകൾ ആഗിരണം ചെയ്യുന്നതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാത്ത ചലനത്തിന് അനുയോജ്യമായ അസ്ഥി സാന്ദ്രത നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ശരീരത്തിലെ കോശങ്ങളുടെയും ടിഷ്യൂകളുടെയും ധാതുക്കളുടെയും ആഗിരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ അസ്ഥികളുടെ ആരോഗ്യത്തെ പൂർത്തീകരിക്കുന്നു. ഇതിലെ വൈറ്റമിൻ സി മൂത്രസഞ്ചിയിലെ വീക്കം കുറയ്ക്കുന്ന വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ കാണിക്കുന്നു. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. അതുകൂടാതെ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളും ബാക്ടീരിയകളും നീക്കം ചെയ്യുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ വളരെ പ്രധാനമാണ്. അത് വിസർജന വ്യവസ്ഥയുടെ അവയവങ്ങളിലെ ആരോഗ്യകരമായ കോശങ്ങളുടെ ഓക്സിഡേഷൻ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളും അനാവശ്യ ഭക്ഷണ അവശിഷ്ടങ്ങളും ശരിയായി നീക്കം ചെയ്യുന്നു. വൈറ്റമിൻ എ ഗ്ലൂക്കോമ, പ്രായവുമായി ബന്ധപ്പെട്ട മാസ്കുലർ ഡീജനറേഷൻ പോലുള്ള വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട കണ്ണുകളുടെ തകരാറിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡ് ആന്റി ഓക്സിഡന്റുകളായ ലൂട്ടിൻ, ബീറ്റ കരോട്ടിൻ ആരോഗ്യകരമായ ഒപ്റ്റി കോശങ്ങളെയും ടിഷ്യൂകളെയും ഓക്സിഡൈസ് ചെയ്യുന്നതിൽ നിന്നും ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ തടയുകയും വ്യക്തമായ കാഴ്ചയെ പ്രോത്സാഹിപ്പിച്ച് കണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലുള്ള നരിൻ, ജെറിൻ, നരിങ്കിൻ എന്നിവയുടെ ശക്തമായ ഫൈറ്റോ ന്യൂട്രിയന്റുകൾ കരളിനെ ഫ്രീ റാഡിക്കൽ വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നു. ഇത് ഹെപ്പറ്റിക് നാശം ഒഴിവാക്കുന്നു എന്നു മാത്രമല്ല, ഈ സംയുക്തങ്ങൾ ശക്തമായ ആന്റി ഓക്സിഡന്റ് ശേഷി നിലനിർത്തുകയും ശരീരത്തിലെ ലിപ്പിഡ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ഫാറ്റി ലിവർ രോഗത്തിനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന
പോളിഫ്ലവനോയിഡ്, വൈറ്റമിൻ സി, ടെർപ്പനോയിഡുകൾ എന്നിവ ആന്റി ഓക്സിഡന്റുകളാണ്. അത് ശ്വസന സംവിധാനത്തിന് അതിശയകരമായ ഗുണങ്ങൾ നൽകുന്നതാണ്. ചുമ, ജലദോഷം, തൊണ്ടവേദന എന്നിവയെ ഫലപ്രദമായി തടഞ്ഞ് വൈറ്റമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. പോളിഫ്ലവനോൾ, ടെർപ്പനോയിഡ് തുടങ്ങിയ സംയുക്തങ്ങൾ ഉപയോഗപ്രദമായ ഡീകോങ്കസ്റ്റന്റ് സവിശേഷത നൽകുന്നു. അത് മൂക്കിൽ കുടുങ്ങിയ കഫം നീക്കം ചെയ്യാനും ആസ്മ ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ശ്വസന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും ശ്വാസകോശത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ആസിഡ് ഗർഭകാലത്ത് ഏറ്റവും പ്രധാനമാണ്. അത് ഗർഭപിണ്ഡത്തിന്റെ പരിക്കുകളെ പ്രതിരോധിക്കുക മാത്രമല്ല, ഇതിലെ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം പ്രതിരോധശേഷി നിലനിർത്താനും ഗർഭാവസ്ഥയിൽ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാനും സഹായിക്കുന്നു. ഇത് ചർമ്മത്തിന് ഗുണം ചെയ്യുക മാത്രമല്ല, മുടിയുടെ വളർച്ചയും കനവും വർദ്ധിപ്പിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റുകളും ഫോളിക്കിൾസ് എന്നറിയപ്പെടുന്ന മുടിയിലെ വേരുകളെ ശക്തിപ്പെടുത്താനും നീളമുള്ളതും കരുത്തുള്ളതുമായ മുടിയുടെ വ്യാപനത്തെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ ദുർബലവും പൊട്ടുന്നതുമായ മുടിക്കും തുടർച്ചയായ മുടി കൊഴിച്ചിലിനും കാരണമാകുന്ന ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെയും പൂർണ്ണമായി നീക്കം ചെയ്യുന്നു. ഇതിന്റെ നീര് അല്ലെങ്കിൽ തൊലി തലയോട്ടിയിൽ പുരട്ടുന്നത് താരൻ ഒഴിവാക്കാൻ നല്ലതാണ്. അങ്ങനെ നിരന്തരമായ ചൊറിച്ചിൽ ഒഴിവാക്കി ഇതിന്റെ ആന്റിഫംഗൽ ഗുണങ്ങൾ തലയോട്ടിയിലെ എല്ലാ പ്രകോപനങ്ങളും നീക്കം ചെയ്യുന്നതിന് ഗുണം ചെയ്യും. ഇതിലെ പ്രധാന ധാതുക്കളായ സിങ്ക്, ഇരുമ്പ് എന്നിവയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും മുടിയിലെ വേരിന്റെ ഒപ്റ്റിമൽ വളർച്ച പൂർത്തീകരിച്ച് നീളവും ശക്തവും തിളക്കവും നൽകുന്നു. ആയുർവേദം എന്നറിയപ്പെടുന്ന പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൽ പൊമേലോ വ്യാപകമായി ഉപയോഗിക്കുന്നു. പൊമേലോ ചെടിയുടെ ഓരോ ഭാഗവും വ്യത്യസ്തമായ ആരോഗ്യ ഗുണവും രോഗശാന്തിയും നൽകുന്നു. ചുമയും ജലദോഷവും ശമിപ്പിക്കുന്നതിന് ഫലപ്രദമായ പ്രതിവിധിയാണ് പൊമേലോയുടെ ഇലകൾ. ഇലകളിൽ നിന്നും ലഭിക്കുന്ന എണ്ണയ്ക്ക് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളെ ചെറുക്കാനുള്ള കഴിവുണ്ട്. ഇതിന്റെ പഴത്തിന്റെ പുറന്തൊലി അപസ്മാരം, തലവേദന എന്നിവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഇതിന് ഈ ആന്തരിക നാഡീ ഉത്തേജക ഗുണങ്ങളുള്ളതിനാൽ വയറിളക്കം, ഓക്കാനം, ആസ്മ എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിൽ നിന്നും ശരിയായ പോഷകത്തിന്റെ അഭാവം മോണയിൽ രക്തസ്രാവത്തിനും അയഞ്ഞ ടിഷ്യൂവിനും ഇടയാക്കുന്നു. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത്. കൊളാജൻ കുറയ്ക്കുന്നത് മോണകൾക്കും പല്ലുകൾക്കും കേടുവരുത്തും. അതുകൊണ്ട് പൊമേലോ ദന്തപ്രശ്നം അകറ്റുമെന്ന് ആയുർവേദം പറയുന്നു. ഓസ്റ്റിയോപൊറോസിസ് ശരീരത്തിന് ബലക്ഷയമുണ്ടാക്കുന്ന രോഗമാണ്. ശരീരനില, പേശി, എല്ലുകളുടെ പ്രവർത്തനം, വഴക്കം എന്നിവയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ബാധിച്ച സന്ധികളിൽ അസഹനീയമായ വേദനയുണ്ടാകുന്നു. ഇതുമൂലമുണ്ടാകുന്ന കൈകാലുകളുടെ വേദനയും അസ്വസ്ഥതയും ഇല്ലാതാക്കാൻ പൊമേലോയുടെ ഇലകളുടെ സത്തിൽ നിന്നും എണ്ണ നിർമ്മിച്ച് ഉപയോഗിക്കുന്നു. കൂടാതെ കാൽഷ്യം, മഗ്നീഷ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ടിഷ്യൂവിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പൊട്ടുന്ന അസ്ഥികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ആയുർവേദം ഈ എണ്ണ ഉപയോഗിക്കുന്നു. ഇതിന്റെ തൊലിയിൽ കാണപ്പെടുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ, അതായത് റൂട്ടിൻ, ഫ്ലവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, പെക്റ്റിനുകൾ എന്നിവ മുറിവേറ്റ ടിഷ്യൂകളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ്. കൂടാതെ വൈറ്റമിൻ സി, പ്രോട്ടീൻ എന്നിവ ചേർന്ന ഔഷധ മൂല്യങ്ങളാണ്. ഇത് കൊളാജൻ സമുന്നയത്തെ ശക്തിപ്പെടുത്തി ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുമെന്നും ആയുർവേദം പറയുന്നു. കൊഴുപ്പ് അടിഞ്ഞുകൂടി ധമനികൾ അടയുന്നത് രക്തപ്രവാഹത്തിനും പ്രമേഹവുമായി ബന്ധപ്പെട്ട ഹൃദയ സങ്കീർണതകൾക്കും കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇതിന്റെ പഴത്തിൽ പെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഈ അടിഞ്ഞുകൂടലിൽ നിന്നും ധമനികളെ ശുദ്ധീകരിക്കുന്നു. ഇത് കൂടാതെ ധമനികളുടെ ടെൻസൈൽ ശക്തി വൈറ്റമിൻ സി നിലനിർത്തുന്നു. ശരീരത്തിലെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കൽ, പനിയും ജലദോഷവും തടയൽ, ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവ്, ശരീരഭാരം കുറയ്ക്കൽ, ദഹന പ്രക്രിയയെ പിന്തുണയ്ക്കൽ ഇവയൊക്കെ ആയുർവേദവും എടുത്തു പറയുന്നുണ്ട്. വലിപ്പമുള്ള പൊമേലോ പഴത്തിന്റെ പകുതി മാത്രം കഴിക്കുന്നത് ആരോഗ്യമുള്ള മുതിർന്നവരുടെ ദൈനംദിന വൈറ്റമിൻ സിയുടെ ആവശ്യകതയെ തൃപ്തിപ്പെടുത്തും. ഇത് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മുന്തിരിപ്പഴവും മറ്റു ചില സിട്രസ് പഴവും ഉണ്ടാക്കുന്നത് പോലെ ചില മരുന്നുകളുമായി പ്രതികൂല പ്രതിപ്രവർത്തനങ്ങൾക്ക് ഇത് കാരണമായേക്കാം. ഫോസ്ഫോഡിറ്ററേസ് ഇൻഹിബിറ്ററുകൾ എടുക്കുന്നതിന് മുൻപോ അതിനുശേഷമോ ഇതിന്റെ ജ്യൂസ് ഒഴിവാക്കുക. മരുന്നുകൾ കഴിക്കുന്ന മുതിർന്നവരോ പ്രായമായവരോ വിവിധ ഫാർമക്കോളജിക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ജ്യൂസ് മരുന്നിനോടൊപ്പം കഴിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശം തേടേണ്ടതാണ്, പ്രത്യേകിച്ച് ഗർഭിണികളും മുലയൂട്ടുന്നവരും. അലർജി ഉള്ളവരാണെങ്കിൽ പൊമേലോ പഴം കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചേക്കാം. ആമാശയത്തിൽ ആസിഡിന്റെ അളവ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ അമിതമായ അളവിൽ പൊമേലോ കഴിക്കരുത്. കരളിനും വൃക്കയ്ക്കും രോഗമുള്ളവരാണെങ്കിൽ പൊമേലോ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പലതരം ആരോഗ്യ ഗുണങ്ങളുള്ള പോഷക സമൃദ്ധമായ പഴമാണ് പൊമേലോ. ഇത് പറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ മികച്ച ഒരു സമീകൃത ആഹാരമാണ്. ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും വളരെ നല്ലതാണ്. ഓരോ ചെടിയുടെയും ഭക്ഷ്യ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിന്റെ പാർശ്വഫലങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് അവ എടുത്തു പറയുന്നത്.
ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.